പ്രാർത്ഥന. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലേഖ്യം ഏകം യം ഫലമതലം സർവദി സാക്ഷിഭൂതം ഭവാതീതം നമോഹി. ഓം നമഃ ശിവായ. സച്ചിദാനന്ദമൂർത്തേ നിത്യഗീതായ ശാന്തായ വിമലാനന്ദായ ദേവതേ സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം ആചാര്യ പര്യന്താം വന്ദേ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ സ്പെഷ്യൽ മെഡിറ്റേഷൻ സെഷനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രപഞ്ച ശക്തികളെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുപരമ്പരയെ മുഴുവൻ സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില സത്യങ്ങളെ അനുഭവിക്കാൻ വേണ്ടി, അത് മനസ്സിലാക്കാനും അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ജീവിതത്തിൽ അർത്ഥം തേടിയുള്ള ഓട്ടത്തിനിടയിൽ പലപ്പോഴും ജീവിതത്തിന്റെ അർത്ഥം എവിടെയൊക്കെയോ മറന്നുപോയി എന്നുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞപ്പോൾ എന്നാൽ അർത്ഥങ്ങൾ തേടി നേടിയതൊന്നുമല്ല ജീവിതാർത്ഥം എന്നറിയുകയും സ്വന്തം ജീവനെ അറിയാൻ, സ്വന്തം പ്രാണനെ അറിയാൻ ചെറിയ എളിയ ശ്രമങ്ങൾ നമ്മളെല്ലാം തുടങ്ങുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിങ്ങൾ ഏകദേശം 500ഓളം ആൾക്കാർ ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും നേടാനോ എന്തെങ്കിലും ആർക്കും നൽകാനോ ഒന്നുമല്ല, നിസ്വാർത്ഥമായി അവനവനിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും ആൾക്കാർ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ആർക്കും ആരോടും പരാതികളില്ല, പരിഭവങ്ങളില്ല, ധൃതിയില്ല, ഒരുപാട് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും ചിന്തയില്ല. തൽക്കാലം എനിക്ക് എന്നെ അറിയണം, എൻ്റെ ബോധത്തെ അറിയണം, എൻ്റെ ആത്മാവിനെ അറിയണം, അല്ലെങ്കിൽ ആത്മസ്വരൂപത്തെ അറിയണം എന്ന് തോന്നിയ ആൾക്കാരാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്. ഏറെ സന്തോഷം. ഇതെല്ലാം നമുക്കും അപ്പുറത്തുള്ള നമ്മളൊക്കെ എളിയ വെറും പഴുതാരകൾ മാത്രമാണ്. ഇതിനപ്പുറത്തുള്ള പ്രപഞ്ച സത്യങ്ങളുടെ, പ്രപഞ്ച ശക്തിയുടെ ഏകോപനത്തിൽ മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ എവിടെയിരിക്കുന്ന ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാനും ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്നും ഒരു യൂട്യൂബിലൂടെ അല്ലെങ്കിൽ ഒരു വാട്സപ്പിലൂടെ കണക്ട് ചെയ്യുകയും ജീവിതത്തിലെ ഒരുപാട് നമുക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, എവിടെയോ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ എല്ലാവരും എത്തിയത്. എല്ലാവർക്കും പറയാൻ ഒന്ന് മാത്രമേ, ഒറ്റ വാക്കിലാണ് എല്ലാവരും ഒതുക്കുന്നത്. ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകൾ. ഐ എം ഹാപ്പി എന്ന് പറയാൻ മടിച്ചിരുന്ന നമ്മളെല്ലാവരും ആ വാക്ക് പറയാനായിട്ട് ത്വരിച്ചു നിൽക്കുന്ന അവസ്ഥയാണ്. എവിടേക്ക് ഇത് എക്സ്പ്രസ് ചെയ്യണമെന്ന് പോലെ പറയാതെ നിത്യമായി സന്തോഷത്തിലേക്കുള്ള ഒരു തുഴച്ചിലാണ്, അല്ലെങ്കിൽ ഒഴുക്കാണ്.
തുഴച്ചിൽ എന്ന് പറയുന്നത് ശരിയാവില്ല, ഒഴുക്കാണ് സംഭവം. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചതെങ്കിൽ കുറെ നിത്യമായ അഭ്യാസത്തിലൂടെ എത്ര കണ്ട് നമുക്ക് നമ്മളെ അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും, എത്ര നന്നായിട്ട് നമുക്ക് ആ ആനന്ദലബ്ധിക്ക്, അല്ലെങ്കിൽ പണ്ടാരോ പറഞ്ഞില്ലേ ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണമെന്ന് ചോദിക്കുന്നു, ആ ആനന്ദലബ്ധിക്ക് അധിക വിദൂരമല്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുന്നു. അതാണ് ഒരു മനുഷ്യ ജന്മത്തിന്റെ യഥാർത്ഥ അർത്ഥം ലഭിക്കുന്നത് എപ്പോഴാണോ അവൻ ചിത്തത്തിൽ നിന്നും അവൻ ആ പരബ്രഹ്മത്തിലേക്ക് ലയിക്കാനുള്ള ആനന്ദം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ആ പ്രപഞ്ച സത്യത്തിൽ ലയിക്കാനുള്ള ആനന്ദമയ കോശത്തിലേക്ക് അനുഭവിക്കാൻ പറ്റുന്നത്, അപ്പോഴാണ് അവന്റെ ജീവിതം പൂർണ്ണമാകുന്നത്. അതിനുള്ള യാത്രയാണ് എല്ലാ ജീവജാലങ്ങളും അതിനുള്ള യാത്ര തന്നെയാണ്. പക്ഷെ നമ്മളൊക്കെ അറിയാൻ കുറച്ച് വൈകിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു, എന്നാ പിന്നെ എനിക്കും പറ്റും, പറ്റാത്ത കാര്യമല്ല. പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വന്നവരുണ്ടായിരുന്നു ഇവിടെ ക്ലാസ്സിൽ വരുമ്പോൾ, സാറേ ഒരു രക്ഷയില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ എത്തൂല എന്ന് പറഞ്ഞ് ഇന്നും ഇത് പറഞ്ഞ് കരഞ്ഞും പിടിച്ച് വന്നാൾ അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് എന്നെ കൊണ്ട് പറ്റും, ഞാൻ റെഡിയാണല്ലോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എത്തിക്കാൻ പറ്റിയെങ്കിൽ നമുക്കും അപ്പുറത്ത് ഏതോ ഒരു അദൃശ്യ ശക്തി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കിയേ പറ്റൂ. അതിന് പൂർണ്ണമായും നമിച്ചേ പറ്റും. ഇപ്പൊ നമുക്ക് സായിറാമിന്റെ ഒരു കീർത്തനം ആദ്യം കേൾക്കാം അല്ലെ. നമ്മുടെ കൊച്ചു പയ്യൻ, ദൈവികമായ എല്ലാ ബ്ലെസ്സിങ്ങും ഉള്ള എന്റെ കൊച്ചുമിടുക്കൻ പറഞ്ഞു ഒരു കീർത്തനം ഒന്ന് ചൊല്ലി നോക്കട്ടെ. അൺമ്യൂട്ട് ചെയ്യണം. പ്രണതോസ്മി വായുപുരേശം പ്രണതോസ്മി ഗുരുവായുപുരേശം പ്രതിദിനമനുചേതസ്മര ഹരിപാദം പ്രേമാശുവ പരിപൂർണമീ സ്വരവാചനം കരുണാനിധേ സത്യം പ്രലപരിതതത്വ മമ ഹൃദയ ഭക്തി സ്വരലുളിതം പ്രണതോസ്മി ഗുരുവായുപുരേശം പ്രതിദിനമനുചേതസ്മര ഹരിപാദം വചനങ്ങൾ തവ ഭജനാർപ്പണം ഗോപാങ്കരായ ദ്രവരിഭോജനം ചരണങ്ങൾ രസരസലീലാലയം മമ സർവസ്വമാത്മാർപ്പണം കൃഷ്ണം കൃഷ്ണം മുരളീലോലം ഗോപീവിലോലം മനസസ്മരം ഗരിസരിനി സഗരിനി സനിത ഭാമ ഭഗവനി ദവ ദമപ മസരി സഗമനീനി മഗമനീനി സഗരി ഗമനീനി സനിത ഭമ സഗരി ഗമനീനി സഗരി സനി സനി ദവനിത നിത ഭഗമഗരി സനി സനി പാനി ദവഗരി മണി പനി സരി സത്യം പ്രദപരിത തത്വ മമ ഹൃദയം ഭക്തി സ്വരലുളിതം പ്രണതോസ്മി ഗുരുവായുപുരേശം ജന്മാതകാരത്തിനരുണോദയം നവരൂപമടിയന്റെ ദീപാങ്കുരം ചല തിരുമയിലഴക്കുന്ന ഹരിചന്ദനം മമ മാറിലണിയാൻ ഗതിയാകണം കൃഷ്ണം കൃഷ്ണം മായാപാലം ലീലാ വിനോദം ശിരസാ നമാമി ഗരിസരിനി സഗരിനി സനിത ഭാവ ഭഗമനി ദവ ദമപ മസരി സഗമനീനി മഗമനീനി സഗരി ഗമനീനി സനിത പമ സഗരി ഗമനിനി സഗ ഗരിനി ഗനി സനിത വനിത നിത ഭഗമഗരി സനി സനി പാനി തമഗരി മണി പനിനി സരി സത്യ പ്രലവരിത ദത്വ മമ ഹൃദയ ഭക്തി സ്വരലുളിതം പ്രണതോസ്മി ഗുരുവായുപുരേശം പ്രതിദിനമനുചേതസ്മര ഹരിപാദം ആ
താങ്ക് യു മോനെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു നന്ദി, സാർ. നന്ദി, നന്ദി എന്നല്ല, നമ്മൾ പലപ്പോഴും വിസ്മയിച്ചു പോയിട്ടുള്ള കാര്യമാണ് ഈ ഗുരുവായൂരപ്പന്റെ കാര്യം വരുമ്പോൾ. ഇതിപ്പോ ഒന്ന് പറയേണ്ട വിഷയമല്ല. ഞാൻ ഇവിടുന്ന് ഞാനിവിടെ വിളക്ക് വെച്ച് പ്രാർത്ഥന ചൊല്ലിയിട്ട് എഴുന്നേറ്റ് വരുമ്പോ എന്റെ ഗുരുവായൂരപ്പ ഇന്നെല്ലാം ഭംഗിയാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഈ കസേരയിൽ വന്നിരുന്നത്. പൊതുവെ അങ്ങനെ സംഭവിക്കുക. പക്ഷെ അത് എന്തുകൊണ്ടോ മോന്റെ വായിന്ന് അതേ പ്രണവദോസ്മിയ തന്നെ വരികയും ചെയ്യുന്നു പറയുമ്പോൾ ചിലപ്പോഴും ഞാൻ വിസ്മയിച്ചു പോകാറുണ്ട്. എങ്ങനെയൊക്കെയാണ് ഈ കണ്ണന്റെ ലീലാവിലാസങ്ങൾ നടക്കുന്നത് എന്നാലോചിക്കും പലപ്പോഴും. എന്താ പറയാ മോനെ? താങ്ക് യു സാർ. ലവ് യുടാ. താങ്ക് യു. ഓക്കെ, സി, ഈ യാത്രയില് നമ്മള് ഈ വാക്കുകൾക്കൊക്കെ ഒരുപാട് പരിമിതികൾ ഉണ്ടെന്നേ. വാക്കുകളൊന്നും ഇത്രയും വായിച്ചിട്ട് കിട്ടുന്ന വാക്കുകളും ഒന്നും പോരാ ഇതൊന്നും ഒന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്നും പ്രഭാഷണം പോരാ നമ്മുടെ മനസ്സിലെ ആ ഒരു അവസ്ഥയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. ഇപ്പൊ രാവിലെ തൊട്ട് ജോലിയുടെ പ്രഷറിൽ കഴിഞ്ഞ് വരുന്നതാണ്. പക്ഷെ വരുമ്പോഴും ട്രാഫിക്കിൽ കുടുങ്ങിയൊക്കെ വരുമ്പോഴും സമയം തെറ്റാതെ ഇവിടെ എത്താൻ പറ്റുന്നതും എന്തൊക്കെയോ എങ്ങനെയാണെന്ന് ഞാനൊന്നും പറയില്ല. ഇപ്പൊ നമ്മൾ അതൊക്കെ പറഞ്ഞ് നമ്മൾ ഇത് പോകണ്ട. എന്തായാലും ഇത്രയേ ഉള്ളൂ. നന്ദി എന്ന് മാത്രം. അപ്പോ നമ്മള് ഈ യാത്ര കുറച്ച് ദിവസമായി നിങ്ങൾ എല്ലാവരും നമ്മൾ ഒന്നിച്ചുള്ള യാത്രയിൽ നമ്മൾ മെഡിറ്റേഷൻ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറ്റിയവരാണ്. രാവിലെ നിങ്ങളെല്ലാവരും 5 മണിക്ക് എഴുന്നേറ്റ് നമ്മുടെ കൂടെ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരം രാത്രികളിൽ പല മെഡിറ്റേഷൻ ക്ലാസ്സുകൾ നമ്മൾ വെൽത്ത് മെഡിറ്റേഷൻ ആയിക്കോട്ടെ, ഒപ്പനൊപ്പനോ മെഡിറ്റേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 2020 മെഡിറ്റേഷൻ ആയിക്കോട്ടെ, അങ്ങനെ 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 ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻസ് നമ്മൾ ചെയ്യും. അതിനൊക്കെ അത്യപൂർവമായ റിസൾട്ടുകൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതാണ് നേരത്തെ പറഞ്ഞ ജീവിതത്തിലെ അർത്ഥം തേടിയുള്ള യാത്രയിൽ ചിലപ്പോൾ ശരിക്കും നമ്മുടെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ മാത്രമാണ് അത് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. അങ്ങനെ കൂടുതൽ സമയം നമുക്ക് മെഡിറ്റേഷനിൽ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ചിലവർക്ക് എന്താണിതെന്ന് അറിയാതെ വന്നവരുണ്ടാവും. അപ്പൊ അവരോട് സ്ഥിരമായി മെഡിറ്റേറ്റ് ചെയ്യുന്നവരോട് ഇതെന്തിനാണ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മറ്റു ചിലർക്ക് ഇത് മനസ്സിലാക്കിയിരിക്കണം എന്ന് പറഞ്ഞത്. ഞാൻ പറയുന്നത് എന്റെ എളിയ അറിവിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. അനുഭവങ്ങളെ മുഴുവനായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതിന് ഞാൻ പറഞ്ഞു അതാണ് പരിമിതികളുണ്ട്. അതുകൊണ്ട് മുൻകൂറായിട്ട് ഒരു ജാമ്യം തന്നെ നിൽക്കുന്നു. ഞാനൊരു യോഗ വിദഗ്ധനോ അല്ലെങ്കിൽ മെഡിറ്റേറ്റീവിന്റെ ഗുരുവോ ഒന്നുമല്ല. അല്ല എന്ന് ആദ്യം തന്നെ ഞാൻ പറയാണ്. കാരണം വെച്ചാൽ അതിന്റെ ഒരുപാട് പരിമിതികളുണ്ട്. നമുക്ക് ഓരോ ആളുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. വർഷങ്ങളോളം എന്ന് ഞാൻ ഇങ്ങനെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈ പുസ്തകത്തിൽ ഇങ്ങനെ പരമഹംസ യോഗാനന്ദന്റെ പുസ്തകങ്ങളിലൂടെ എല്ലാ ദിവസവും പോകുമ്പോൾ ഒരു ഒരു ഗുരുവിന്റെ കഥ പറയുന്നുണ്ട്. 45 വർഷമായിട്ട് ഗുഹയിൽ കയറി ഏകാംഗമായി ഒറ്റയ്ക്കിരുന്ന് ഏകാമായി മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തെ പറ്റി പറയുന്നുണ്ട്. ആ മനുഷ്യൻ യോഗാനന്ദ പരമഹംസനോട് പറയുന്നത്, നീ പർവ്വതങ്ങളിൽ പോയിട്ടൊന്നുമല്ല മെഡിറ്റേറ്റ് ചെയ്യേണ്ടത്, വീട്ടിലിരുന്ന് ഒരു റൂമിൽ അടച്ച് നിനക്ക് ചെയ്യാൻ പറ്റുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മെഡിറ്റേഷൻ. അപ്പൊ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ എപ്പോഴും ആദി ഗുരു അല്ലെങ്കിൽ യോഗി എന്ന് പറയുന്ന നമ്മൾ പലപ്പോഴും സത്യങ്ങൾ പലപ്പോഴും തിരിച്ചറിയുന്നതിലുള്ള ഒരു കാര്യങ്ങളാണ്. യോഗി, അതായത് നമ്മളുടെ അടിസ്ഥാനപതി ഒരു യോഗീശ്വരൻ എങ്ങനെയായിരിക്കണം, ആരാണ് ഈ ആദി യോഗി എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ കാര്യത്തെ പറയാനുള്ളത് ഭഗവാൻ ശിവനെ പറ്റി തന്നെ എല്ലാവരും പറയും. പക്ഷെ അപ്പോഴും ഭഗവാൻ എന്താ പറയാ, യോഗിയാണെങ്കിലും കുടുംബത്തോടു കൂടി മാത്രമേ ജീവിതം ഉണ്ടായിട്ടുള്ളൂ. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ശക്തിയില്ലാതെ ശിവൻ ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഒരു നിമിഷവും എവിടെയും വന്നിട്ടില്ല. അപ്പോ കുടുംബം എന്ന് പറയുന്ന, അതുപോലെ ഗണപതിയും സുബ്രഹ്മണ്യനും ഒക്കെ ഇല്ലാത്തൊരവസ്ഥ, കുടുംബമില്ലാത്തൊരവസ്ഥ ചിന്തിച്ചിട്ടേ ഇല്ല. എന്നിട്ടാണ് യോഗി എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ആദി യോഗി എന്ന് പറയുന്ന ഒരവസ്ഥയിൽ. അപ്പോ ഗ്രഹസ്ഥ്യം അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രധാന ഘടകമാണ് എന്നുള്ളത് പറയാനാണ് ഈ പറഞ്ഞത്. അതായത് ഇനിയിപ്പോ അതിനകത്ത് കുറെ നിങ്ങളായിട്ട് അറിവുകൾ ഉണ്ട്, നിങ്ങളായിട്ട് അത് മനസ്സിലാക്കിയെടുക്കുക ഈ പറയുന്ന കാര്യം. പക്ഷെ ഞാൻ ഇന്ന് നിങ്ങൾ പറയാൻ പോകുന്നത് എന്തിനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ നമ്മൾ യോഗ കൂടി തുടങ്ങിയിട്ടുണ്ട്. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് യോഗയുടെ അവസാന വാക്കാണ്. അതായത് യോഗ ആസനങ്ങൾ ചെയ്തതിന് ശേഷം, അതായത്
നമ്മൾ മെഡിറ്റേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ആസനങ്ങളൊക്കെ ചെയ്യുന്നത്. ചെയ്തിട്ടാണ് നമ്മൾ അതിൽ എത്തേണ്ടത്. അപ്പൊ രണ്ടും കണക്റ്റഡ് ആണ്. യോഗ ചെയ്യുമ്പോഴാണ് നമ്മൾ മെഡിറ്റേഷനിലേക്ക്, യോഗ ചെയ്താലാണ് മെഡിറ്റേഷൻ എത്തുക, യോഗത്തിലൂടെയാണ് മെഡിറ്റേഷൻ എത്തുക. പക്ഷെ നമ്മൾ എല്ലാവർക്കും അത് സാധിക്കാത്തത് കൊണ്ട് നമ്മുടെ സമീപം നമ്മൾ അടിസ്ഥാനപരമായിട്ട് മെഡിറ്റേഷൻ ആണ് ഇതിന്റെ എല്ലാം റിസൾട്ട് നൽകുന്നത് എങ്കിൽ ശാരീരികമായിട്ടുള്ള ഗുണത്തിന് വേണ്ടി ആസനകൾ ചെയ്യുകയും മാനസികമായ ഗുണത്തിന് വേണ്ടി, മാനസികമായ മാറ്റത്തിന് വേണ്ടി നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ മെഡിറ്റേഷൻ എന്തൊക്കെയാണ് ഗുണങ്ങൾ നൽകുന്നത് എന്ന് ക്വിക്കായിട്ട് ഒന്ന് പറഞ്ഞു പോകാം. അപ്പൊ അത്തരം കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് എനിക്കത് ഗുണമാകുന്നുണ്ടോ, ദോഷം എനിക്കതുകൊണ്ട്, എന്തുകൊണ്ട് മെഡിറ്റേഷൻ ശരിയായി നടക്കുന്നില്ല, അല്ലെങ്കിൽ മെഡിറ്റേഷൻ കാലങ്ങളായി മെഡിറ്റേഷൻ ചെയ്തിട്ട് ഒരു മാറ്റം ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കുള്ള ജസ്റ്റ് ഉള്ള ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ്, കൂടുതൽ സമയം എടുക്കില്ല. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളെ മാനസികമായും ശാരീരികമായും പരിശീലിപ്പിക്കുന്ന ഒരു വ്യായാമ മുറ മാത്രമാണ്. അതായത് നമ്മുടെ മനസ്സിനെ, അതായത് എന്നും ചലിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെ ഏതെങ്കിലും ഒരു ബിന്ദുവിലോ, ഏതെങ്കിലും ഒരു ചിന്തയിലോ, ഏതെങ്കിലും ഒരു ശബ്ദത്തിലോ, അതുമല്ലെങ്കിൽ എല്ലാത്തിനും അടിസ്ഥാനമായ നമ്മുടെ പ്രാണോർജത്തിലോ അല്ലെങ്കിൽ ശ്വാസത്തിലോ കേന്ദ്രീകരിക്കാൻ നമ്മൾ തയ്യാറാവുന്ന പ്രക്രിയക്കാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മെഡിറ്റേഷൻ പഠിപ്പിക്കുകയോ അല്ല ചെയ്യുന്നത്. ഈ ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ സ്വയം അനുഭവിക്കുമ്പോൾ മാത്രമാണ് മെഡിറ്റേഷൻ എത്തിപ്പെടുക. ഞാൻ ഒന്നുകൂടി പറയാം. നമ്മൾ ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്കോ, ചിന്തയിലേക്കോ, ശബ്ദത്തിലേക്കോ, പ്രാണനിലേക്കോ, പ്രാണോർജത്തിലേക്കോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭവത്തെയാണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ ചിന്തകളെ നിയന്ത്രിക്കുക എന്നത് ഒരു മെഡിറ്റേഷന്റെ ഭാഗം, എന്താ പറയാ, അതിന്റെ അത്യധികമായ അവസ്ഥയല്ല. ചിന്തകൾ അതിലെ നടക്കുമ്പോഴും, അതായത് ചിന്തകളെ നിരീക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് വേറിട്ട് നിൽക്കാനും മനസ്സിനെ ശാന്തമാക്കാനും പഠിക്കുക എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അനുഭവിക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കിയാൽ മതി. ചിന്തകൾ അതിന്റെ വഴിയേ പോകുന്നു, ഞാൻ ഇവിടെ ഉണ്ട്. ഞാനും ചിന്തയും ഒന്നല്ല. ഒന്നാണെങ്കിൽ പിന്നെ ഞാനാണ് ചിന്ത എന്ന് പറയുമല്ലോ. എന്റെ ചിന്തകൾ എന്നാ നമ്മൾ പറയാം, അല്ലെ, എന്റെ ചിന്തകൾ എന്നാ പറയും, ഞാനല്ല ചിന്ത. അപ്പൊ ചിന്തകൾ വ്യത്യസ്തമാണ്. ഇതിനെ രണ്ടും വേർതിരിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ സമ്പാദിച്ചെടുക്കുക എന്നതാണ് മെഡിറ്റേഷന്റെ ഏറ്റവും പ്രത്യേകത. അപ്പോൾ നമ്മൾ ഒന്നിക്കിൽ ആ ഒറ്റ ചിന്തയിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ഒരു ശബ്ദത്തിൽ, നമ്മളിപ്പോ അധികമായിട്ട് നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത് മ്യൂസിക് ആണ്, ശബ്ദമാണ്, താളമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനത്തിൽ. ഈ പ്രപഞ്ചം തന്നെ സഞ്ചരിക്കുന്നത്, പ്രപഞ്ചം തന്നെ നിന്നു പോകുന്ന താളലയത്തിലാണ്. അപ്പൊ താളത്തിലേക്ക് നമ്മൾക്ക് ലയിക്കാൻ പറ്റുമ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് മെഡിറ്റേഷൻ സംഭവിക്കും. അതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. അതുകൊണ്ടാണ് മെഡിറ്റേഷനിൽ മ്യൂസിക്കുകൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ബിന്ദുവിൽ കേന്ദ്രീകരിക്കാം, അല്ലെങ്കിൽ ഒരു വെളിച്ചത്തിലേക്ക് കേന്ദ്രീകരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കാം. ഇങ്ങനെ പല രീതിയിൽ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളിവിടെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ശബ്ദത്തിലേക്കാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്? ഇതാണല്ലോ ഏറ്റവും വലിയ കാര്യം. വൈ യു ഷുഡ് മെഡിറ്റേറ്റ്? എന്തിനാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്? നമ്മൾ സാധാരണ ഇതിൽ പറഞ്ഞു, നമ്മളുടെ അവസ്ഥ എന്ന് പറയുന്നത്, നമുക്ക് അത്രയും വലിയ കാര്യം ചിന്തിക്കാനൊന്നുമില്ല. നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത്, നമുക്ക് ഈ നെട്ടോട്ടങ്ങളുടെ ഇടയിൽ നമ്മുടെ സമ്മർദ്ദം ഒരുപാട് നമുക്കുണ്ടാവുന്നു. ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പല സിറ്റുവേഷനിൽ കടന്നു പോകുമ്പോൾ, ജോലിയും കാര്യങ്ങളും കാശും സമ്പത്തും മറ്റു വിഷയങ്ങളിൽ കടന്നു പോകുമ്പോൾ സമ്മർദ്ദം വല്ലാണ്ട് നമ്മുടെ ശാരീരികമായും മാനസികമായും ഹോണ്ട് ചെയ്യുന്നു. ഈ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുക, അല്ലെങ്കിൽ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമുക്ക് സമ്മർദ്ദം ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ബ്രെയിനിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ കെമിക്കലിന്റെ അളവ് വല്ലാണ്ട്, നമ്മുടെ കോർട്ടിസോൾ വല്ലാണ്ട് കൂടുന്ന സമയത്ത് നമുക്ക് മാനസികമായും ശാരീരികമായും പിരിമുറുക്കം ഉണ്ടാവും. ഇതൊരു കെമിക്കലാണ്, ബാഡ് കെമിക്കലാണ്. ഇത് കുറക്കാൻ, സമ്മർദ്ദം കുറക്കാൻ ധ്യാനത്തിലൂടെ മാത്രമേ ധ്യാനം ഏറ്റവും എളുപ്പമായ മാർഗമാണ്. അത് വളരെ കൺട്രോൾ ആയി വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ഇതിനകത്തുള്ള വ്യത്യാസം. രണ്ടാമത്തെ കാര്യം, മാനസികമായ വ്യക്തതകൾ, അതായത് നമ്മൾ ചിന്തകളുടെ ഓട്ടത്തെ ശാന്തമാക്കുമ്പോൾ, അതായത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വീട്ടിൽ ഒരു കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഉണ്ടെന്ന് കരുതിക്കും. സാധാരണ കളിച്ചുകൊണ്ടിരിക്കുന്ന, സ്ഥിരമായി ഇങ്ങനെ ഓടിക്കാടി കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി ഉണ്ടെന്ന് കരുതിക്കും. ആ കുട്ടിയെ നിങ്ങൾ എത്ര കൊണ്ട് കളിപ്പിക്കുന്നു അത്രയും സമയം ആ കുട്ടി കൂടുതൽ കളിക്കും.
കൂടുതൽ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കും, ചിരിച്ചുകൊണ്ടിരിക്കുക ചെയ്യും. നിങ്ങൾ ആ കുട്ടിയെ ശ്രദ്ധിക്കാതിരുന്നാൽ പിന്നെ എന്ത് ചെയ്യും? ആ കുട്ടി ഒരു സ്ഥലത്ത് ഇരുന്ന് കളിക്കാൻ തുടങ്ങും. ഇതൊക്കെ നമുക്ക് നിത്യജീവിതത്തിൽ കാണാവുന്നതാണ്. ഇതേപോലെ നിങ്ങൾ ചിന്തകൾ ഇങ്ങനെ ഓടുന്ന സമയത്ത് ആ ചിന്തകൾ എത്ര കണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുവോ അത്രയും ചിന്തകൾ കൂടിക്കൂടി വരും. അത് വീണ്ടും 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 മൾട്ടിപ്പിൾ വന്നുകൊണ്ടിരിക്കും. അതെന്നെ സെയിം വന്നുകൊണ്ടിരിക്കും. റിപ്പീറ്റഡ് തോട്ട്സ് എന്ന് പറയും. ഇത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ, നമ്മൾ അതിനെ ശാന്തമാക്കുമ്പോൾ, അത് കൂടുതൽ വ്യക്തതയാക്കുമ്പോൾ അതിന് പിന്നെ അവിടെ റിപ്പീറ്റഡ് ആയി വരാനുള്ള സ്പേസ് ഉണ്ടാവില്ല. കാരണം വന്നു, നമ്മളത് മനസ്സിലാക്കി, ആ ശരിയാണ്, ഇത് ഇത്രയാണല്ലോ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് അത് അവിടുന്ന് പോകും. അപ്പോൾ മനസ്സിന് വ്യക്തത, ഏകാഗ്രത അവിടെ വ്യക്തത വരും. മൂന്നാമത്തെ കാര്യം, ഏകാഗ്രമായിരിക്കാൻ പറ്റും. നിങ്ങൾ സ്ഥിരമായി ധ്യാനം പരിശീലിക്കുമ്പോൾ ശ്രദ്ധയും ഏകാഗ്രതയും ഓട്ടോമാറ്റിക് കൂടും. കാരണം ധ്യാന സമയത്ത് നിങ്ങൾ ഏകാഗ്രമായിരിക്കുമ്പോൾ എല്ലാം പ്രാക്ടീസ് ചെയ്ത് പതുക്കെ അത് ഈ കോർട്ടിസോളിന്റെ അളവ് പതുക്കെ കുറയുകയും വൈകാരികമായ നിയന്ത്രണം നിയന്ത്രണം വരികയും ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഏകാഗ്രത വർദ്ധിപ്പിക്കും, ഫോക്കസ് കൂടും. കാരണം ഇത് അതിന്റെ റിസൾട്ടായി വരും. അതുപോലെ തന്നെ വൈകാരികമായ നിയന്ത്രണം. മെഡിറ്റേറ്റ് ചെയ്യുന്ന ആൾക്ക്, സ്ഥിരമായ മെഡിറ്റേഷൻ കൃത്യമായി ചെയ്യുന്ന ആൾക്ക് ദേഷ്യം ഉണ്ടാവില്ല, സങ്കടം ഉണ്ടാവില്ലെന്നല്ല, ദേഷ്യം നിയന്ത്രിക്കാൻ അറിയാം, സങ്കടത്തെ നിയന്ത്രിക്കാൻ അറിയാം, ഉത്കണ്ഠ വളരെ കുറവായിരിക്കും. ഇതൊക്കെ വൈകാരികമായി കൈകാര്യം ചെയ്യാൻ ഓട്ടോമാറ്റിക് ആയിട്ട് അവർ പഠിക്കും. കാരണം ഈ ബ്രെയിനിന്റെ സ്പീഡ് കുറഞ്ഞു വരുമ്പോൾ, അതിന്റെ ആ ഒരു വർക്ക് കുറഞ്ഞ്, റിപ്പീറ്റഡ് തോട്ട്സ് കുറഞ്ഞു വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി കുറയും. പിന്നെ ഉറക്കം വളരെ ഈസിയാണ്. നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളോട് പറഞ്ഞാൽ മതി, കിടന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് അങ്ങ് ഉറങ്ങിക്കോളും. കാരണം മനസ്സ് ശാന്തമാകുമ്പോൾ, കൂടുതൽ ചിന്തകൾക്ക് സ്വാധീനം അവിടെ ഇല്ലാതിരിക്കുമ്പോൾ ഉറക്കം ഓട്ടോമാറ്റിക് സംഭവിക്കും. ഉറക്കം സംഭവിച്ചാൽ തന്നെ നമ്മുടെ 90% വിഷയങ്ങളും അവിടെ സൊല്യൂഷൻ കണ്ടെത്തും. അതുപോലെ ആന്തരികമായ സമാധാനം. ധ്യാനം പരിശീലിക്കുമ്പോഴാണ് നമ്മുടെ ആഴത്തിലുള്ള ആന്തരിക സമാധാനം, സംതൃപ്തി നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇത് ഞാൻ ഈ പറയുന്നതൊക്കെ മാത്രം, ഇത് അനുഭവിക്കുമ്പോൾ മാത്രം അറിയാവുന്ന കാര്യം കേട്ടോ. വെറുതെ നമുക്കിത് പറഞ്ഞ ഇതൊക്കെ ചിലപ്പോൾ അനുഭവിക്കാത്തവന് ഇതൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പൊ ഇത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്, പറഞ്ഞിട്ട് അറിയേണ്ട കാര്യമേ അല്ല. ഇപ്പൊ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടി പറഞ്ഞു. അതുപോലെ തന്നെ ആരോഗ്യകരമായ മെച്ചപ്പെടുത്തൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? രക്തസമ്മർദ്ദം വളരെ കൃത്യമായി കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും. ഇമ്മ്യൂണിറ്റി പവർ വളരെ കൃത്യമായി ഇതിനകത്ത് നടക്കും. ഇങ്ങനെ അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ, മിറാക്കിളുകൾ ഒരുപാട് ഇതുവരെ സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോ ഇതിന് സയന്റിഫിക് ആയിട്ട് പറയുന്നില്ല. അപ്പോ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, സയന്റിഫിക് എന്താണെന്നുള്ളതും കൂടി മനസ്സിലാക്കണം നമ്മൾ. ഇത് വെറുതെ പറയുന്ന കാര്യമല്ല. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ തലച്ചോറിൽ മുഴുവനായിട്ട് ഈ ഭയം, ഉത്കണ്ഠ എന്നുള്ള വികാരങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് വേണ്ടാതെ ഒഴിവാക്കാൻ കിടക്കുന്ന വികാരങ്ങളൊക്കെ നമ്മുടെ തലച്ചോറിന്റെ അമിത്തല എന്ന് പറയുന്ന ഒരു പാർട്ടിന്റെ പ്രൊഡക്ഷൻ ആണ്. അവിടെയാണ് ഈ സാധനം ഉണ്ട്. അവിടെ ഈ കോർട്ടിസോൾ കൂടി വരുമ്പോൾ അമിത്തലയുടെ കപ്പാസിറ്റി കൂടുകയും അവിടെ കൂടുതൽ ആങ്സൈറ്റിയും അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളും മറ്റു കാര്യങ്ങൾ കൂടാനുള്ള പ്രവണത ഉണ്ടാവുകയാണ്. ആ കെമിക്കലിന്റെ അളവ് കൂടുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഉണ്ടാവും. അപ്പൊ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ അമിത്തല പൊതുവെ ചുരുങ്ങി 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 വരും. എത്ര മെഡിറ്റേറ്റ് ചെയ്യുന്നു അത്രയും അമിത്തലയുടെ സൈസ് കുറയും. സൈസ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക? അതിനകത്ത് വരുന്ന ഈ കോർട്ടിസോളിന്റെ ക്വാണ്ടിറ്റി വല്ലാണ്ട് കുറയും. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ പിന്നെ നമ്മുടെ ഭയം, ഉത്കണ്ഠയൊക്കെ നമ്മളിൽ നിന്ന് പോകും. അതുപോലെ തന്നെയാണ് നമ്മുടെ യുക്തിബോധമൊക്കെ അതായത് നമ്മൾ തീരുമാനിക്കാനുള്ള കഴിവ്, ആസൂത്രണമായ കഴിവ്, വൈകാരികമായ നിയന്ത്രണം, ഇതൊക്കെ തലച്ചോറിന്റെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന പാർട്ടിന്റെ വർക്കാണ്. അവിടെയാണ് ഈ സാധനം നടക്കുന്നത്. ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് കൃത്യമായി വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത്, അതിന്റെ ആ ഭാഗം കൃത്യമായി ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതെല്ലാം മെച്ചപ്പെടുത്താൻ പറ്റും. ധ്യാനത്തിലൂടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ കപ്പാസിറ്റി കൂടി കൂടി കൂടി. എങ്ങനെയൊക്കെ കൂടുന്നു വെച്ചാൽ, അത് ബ്രെയിനിന്റെ ഫങ്ഷൻസ് വളരെ സോഫ്റ്റായി വരുമ്പോൾ ഈ ഭാഗം കൂടുതൽ ആക്ടിവേറ്റ് ആവും. അപ്പൊ നിങ്ങൾ പലരും ചോദിക്കും, എന്നാൽ പിന്നെ ഉറങ്ങുമ്പോൾ നമ്മൾ ബ്രെയിനിന്റെ വർക്ക് കുറയില്ല, എന്ന് ചെയ്യില്ലേ? ഇല്ല, ഉറങ്ങുന്നത് മറ്റൊരവസ്ഥയാണ്. ഉറങ്ങുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു കോൺഷ്യസ്ലി അല്ല ഉറങ്ങുന്നത്. ആരെങ്കിലും ബോധപൂർവ്വം ഉറങ്ങുന്നുണ്ടോ? മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ബോധം അവിടെ തന്നെ ഉണ്ട്. ബോധപൂർവമാണ് നമ്മളത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് പഠനത്തിന്റെ പഠനം ചെയ്യാനും ഓർമ്മശക്തിയും വൈകാരിക നിയന്ത്രണത്തിനൊക്കെ ഉള്ളത് ഹിപ്പോ കമ്പസ് എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് ബ്രെയിൻ. ഇതെല്ലാം ബ്രെയിനിലായിട്ട്, നിങ്ങളുടെ മനസ്സ് എവിടെയാന്ന് ചോദിക്കാൻ എളുപ്പത്തിൽ പറയേണ്ടി വരും, ബ്രെയിനിലാണ്. അപ്പൊ ഈ ഹിപ്പോ കോമ്പസിന്റെ സൈസ് വല്ലാണ്ട് വളരുന്ന സമയത്ത് മെമ്മറി കപ്പാസിറ്റി നമുക്ക് കൂടും, ഓർമ്മശക്തി കൂടും. പിന്നെ അതുപോലെ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്നുണ്ട് ഭാഗമുണ്ട്. അതും ഇതുപോലെ നമ്മുടെ ഗ്രേ മാറ്റേഴ്സും വൈറ്റ് മാറ്റേഴ്സും ഒക്കെ അടങ്ങുന്ന സാധനം. അതായത് നമ്മുടെ ശ്രദ്ധയും സംവേദനം, നമ്മുടെ
സെൻസിറ്റിവിറ്റി പവറൊക്കെ ഉള്ളത് ഈ സെറിബ്രൽ കോർട്ടക്സിലാണ്. ഈ സെറിബ്രൽ കോർട്ടക്സിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് ഇതൊക്കെ ഇങ്ങനെയുള്ള മാറ്റം വരും. അപ്പോൾ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടി വരും. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന ഇതെല്ലാം നിങ്ങൾക്കിത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 14 ദിവസം മെഡിറ്റേറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങളിൽ അത്യപൂർവമായ മാറ്റം ഉണ്ടാവും. ഇത് കോമൺ ആയിട്ട് പറയുന്നതാണ്. 14 ദിവസം ഏത് സാധാരണക്കാരനുമായിട്ട് പറയുന്ന കാര്യമാണ്. പക്ഷെ നമ്മളിവിടെയൊക്കെ ഒരാഴ്ച 2 ആഴ്ച വരുമ്പോഴൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. മാറ്റം ഉണ്ടാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരെ, അല്ലെങ്കിൽ ആത്മാർത്ഥമായി പരിശീലിക്കുന്നത്. അല്ലാത്ത ഇതിനെയൊക്കെ ചോദ്യ രൂപത്തിൽ കാണുന്നവര് ചോദ്യം തന്നെ ഉണ്ടാവുള്ളൂ എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു പറയാം. കാരണം നമുക്ക് എന്ത് മാറ്റം ഉണ്ടാവണമെങ്കിലും എന്ത് നമുക്ക് നേടണമെങ്കിലും നമ്മൾ അതിനെ ആദ്യം അംഗീകരിക്കണം. നമ്മൾ അതിനെ അംഗീകരിക്കാത്തിടത്തോളം കാലം മറ്റൊരു ശക്തി നോക്കൂ, ഇവിടെ ഒരാൾക്കും നിങ്ങളെ മാറ്റാൻ കഴിയില്ല. അല്ല, അതങ്ങനെ പറയതല്ലേ. ലോകത്തിലെ മറ്റൊരാൾക്ക് നിങ്ങളെ മാറ്റാൻ പറ്റില്ല, ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. ആളുടെ പേരൊന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യൂ. ഇപ്പൊ തന്നെ നിങ്ങളെ മാറ്റാൻ പറ്റുന്ന ഏകമായ ഒരു വ്യക്തി മാത്രമേ ഈ ലോകത്തുള്ളൂ. ആ വ്യക്തിയുടെ പേര് നിങ്ങൾ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് പെട്ടെന്ന് കമോൺ ആയിട്ട്. യെസ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പോഴും ആ ബോധം നമ്മൾ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പറയാറുള്ള സ്ഥിരം, ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ്. അവനവന്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിയെടുക്കണം, എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ നിൽക്കണം എന്ന്, അതാണ് നമ്മുടെ ഇതിൽ പറഞ്ഞ തെന്മാങ്കൊമ്പത്ത് പറഞ്ഞ പോലെ ആ വാക്ക് വീണ്ടും ഉപയോഗിക്കണം. താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും ഞാൻ ആരാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. അല്ലെ, അങ്ങനെ വളച്ചു പറഞ്ഞ് ബാക്കി നിങ്ങൾ ഫീൽ ചെയ്തോളൂ. അപ്പോ നിങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ അറിയാത്തതാണ്, അവനവനെ അറിയാത്തത് മാത്രമാണ് പ്രശ്നം. ഒറ്റ വിഷയമേ ഈ ലോകത്ത് ബാക്കിയുള്ളൂ. അതറിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമാണ്. ഇപ്പൊ നമ്മൾ മിറാക്കിൾ മോർണിംഗിലും ജേർണി ടു ഹാപ്പിനെസ്സിലും ഒക്കെ വന്നവർ ഇപ്പൊ അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറയാനുണ്ടോ 100 കഴിവുകൾ. ആദ്യം ഞാനിവിടെ ക്ലാസ്സിൽ വരുന്നവരോട് നിങ്ങളെ കഴിവുകളെ പറ്റി എഴുതൂ, കുറവുകളെ പറ്റി എഴുതൂ എന്ന് പറയുമ്പോൾ 5 പേജ് കുറവുകളും 1 പേജ് കഴിവുകളും ഉള്ളവർ ഇന്ന് ചോദിച്ചാൽ നേരെ തിരിച്ചാണ്, 1 പേജ് കുറവുകളും 5 പേജ് കഴിവുകളുമായി മാറി. ഇതെങ്ങനെ, എന്ത് മാറ്റം വന്നത്? അവനവനെ കണ്ടെത്തിയതിലൂടെ മാത്രമാണ്. അപ്പൊ ആ കണ്ടെത്തലിലേക്കുള്ള യാത്രയാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി തയ്യാറായിക്കൊള്ളുക. ഇനി കൂടുതൽ വിശദമാക്കി സംസാരിച്ചു പോകേണ്ട ആവശ്യമില്ല. മറ്റൊരു ദിവസത്തിൽ ഇതിന്റെ മറ്റു കാര്യങ്ങളെ പറ്റി പറയാം. നമുക്ക് അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്കുള്ളത് എന്നൊക്കെ 3 വിഭാഗങ്ങൾ, താപത്രയങ്ങളെ പറ്റിയിട്ട് മറ്റൊരു ദിവസം ക്ലാസ്സിൽ പറയാം. കാരണം നമുക്ക് സമയപരിമിതി ഉണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ ചക്ര മെഡിറ്റേഷൻ കൂടി ഇത് കഴിഞ്ഞ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് താപത്രയങ്ങളെ പറ്റിയിട്ട് കൃത്യമായി മറ്റൊരു ദിവസം പറയാം. ഈ താപത്രയങ്ങൾ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ മുഴുവൻ കാര്യങ്ങൾക്കും പരിഹാരം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ തയ്യാറായിക്കൊള്ളുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 2 മിനിറ്റ് സമയം തരാം. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. 2 മിനിറ്റ് സമയം തരാം. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനുള്ള പെട്ടെന്ന് സംസാരിച്ചോളൂ കേട്ടോ. ഡൗട്ട് ഉള്ളവർക്ക് മാത്രം അൺമ്യൂട്ട് ചെയ്യാം. പുതിയതായിട്ട് ഇവിടെ വന്നവരോ ഇതുവരെ ഇതിൽ പങ്കെടുക്കാത്തവരോ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തു. ഞാൻ പുതിയതായിട്ടാണ് സാർ ഇതിൽ ജോയിൻ ചെയ്തത്. എൻ്റെ പേര് ശുഭ എന്നാണ്. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം. ഇപ്പൊ കുറച്ച് സാർ പറഞ്ഞതിന് കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ മെഡിറ്റേഷൻ അതിനെയൊക്കെ പറ്റി ഒന്നും കൂടെ സാറ് പറഞ്ഞു തരണം. ഇതെങ്ങനെയാണ് നമ്മള് മെഡിറ്റേഷനെ പറ്റിയിട്ട് ഞാൻ ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യം പറഞ്ഞു എന്നല്ലോ. മെഡിറ്റേഷൻ ശരിക്കും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞു. അതുകൊണ്ട് മെഡിറ്റേഷൻ അനുഭവിച്ചറിയേണ്ട കാര്യം മാത്രമാണ്. അപ്പോ മെഡിറ്റേഷൻ അറിയണമെങ്കിൽ അനുഭവിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ ക്ലാസ് എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ? എല്ലാ ദിവസവും നമ്മൾ രാവിലെ 5 മണിക്ക് എല്ലാ ദിവസവും നമ്മളെ യോഗ മെഡിറ്റേഷൻ രണ്ടും ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. പിന്നെ നമ്മൾ അത് കൂടാതെ കണ്ട് വൈകുന്നേരം രാത്രികളില് നമ്മൾ വ്യത്യസ്തമായ മെഡിറ്റേഷനുകൾ, അതായത് മറ്റത് നോർമൽ യോഗയും മെഡിറ്റേഷനും എല്ലാ ദിവസവും ഉള്ളതാണ്. അതായത് നമ്മുടെ പരിപാടി യോഗ ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക, അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക. അതായത് ജീവിതത്തിൽ അഫർമേഷൻ വലിയ ഇതാണ് നമുക്ക് ഉള്ളത്. അത് പ്രാക്ടീസ് ചെയ്യുക. അതൊരു സെഷനാണ്. രാവിലെ 1 മണിക്കൂർ നേരത്തെ സെഷൻ. വൈകുന്നേരം രാത്രികളിൽ നമ്മൾ വ്യത്യസ്തമായ ഇപ്പോ പൗർണമി ധ്യാനം, വെൽത്ത് മെഡിറ്റേഷൻ, ഒപ്പനൊപ്പനോ മെഡിറ്റേഷൻ, അതുപോലെ 2020 മെഡിറ്റേഷൻ, പിന്നെ അങ്ങനെയുള്ള കുറെ മെഡിറ്റേഷൻസുകൾ, വ്യത്യസ്തമായ മെഡിറ്റേഷനുകൾ ദിവസവും രാത്രിയിലുണ്ട്. അത് 9:30 മണിക്കാണ് രാത്രി ഉള്ളത്. ഇത് വ്യത്യസ്തമായ കോഴ്സ്.
പോലെയാണ്. അതൊരു ആണല്ലേ നമുക്ക് ഒരു പ്രത്യേക കാര്യം നേടാൻ വേണ്ടിയിട്ടുള്ള മെഡിറ്റേഷൻ. ഇത് അങ്ങനെ രണ്ട് അല്ലാതുള്ള തരത്തിലാണ് നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടാനും സ്ട്രെസ് റിലീഫിനും ഉറക്കം അതിനൊക്കെ ഉള്ളതാണ് രാവിലെയുള്ള മെഡിറ്റേഷൻ. രാവിലത്തെ മെഡിറ്റേഷൻ അത് സൂപ്പർ, ഏറ്റവും സിസ്റ്റമായിട്ട് ആ നമ്മളുടെ മെഡിറ്റേഷൻ ഉണ്ട്. ഹാപ്പിനെസ് മെഡിറ്റേഷൻ എന്നാണ് നമ്മുടെ ശരിക്കും നമ്മുടെ ഫണ്ടമെന്റൽ മെഡിറ്റേഷന്റെ പേര് ഹാപ്പിനെസ് മെഡിറ്റേഷൻ. അതായത് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും നമ്മളിൽ ഒഴിഞ്ഞു പോകും. ഒരു ദിവസം എത്ര നേരമാണ് ഉള്ളത് സാർ അത്? ഇപ്പൊ നമ്മൾ രാവിലത്തെ മെഡിറ്റേഷൻ 200 250 ആൾക്കാർ രാവിലത്തെ മെഡിറ്റേഷന് പങ്കെടുക്കുന്നു. എത്ര നേരത്തേക്കുള്ളതാണ് മെഡിറ്റേഷൻ? 1 മണിക്കൂർ, അരമണിക്കൂർ, മുക്കാൽ മണിക്കൂർ മെഡിറ്റേഷൻ. മുക്കാൽ മണിക്കൂർ പറ്റും. ഞാനിപ്പം പ്രസിദ്ധ മാമിന്റെ അണ്ടറിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് നാളെ തൊട്ട് അതില് കയറാൻ പറ്റും. അപ്പൊ സൂമിലൂടെ അത് നമുക്ക് എങ്ങനെയാണ് പറഞ്ഞു തരുമല്ലോ അല്ലെ? അത് അല്ല, ലിങ്ക് തരും. നിങ്ങൾ ആ ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കും. അതിന് ലിങ്ക് രാവിലെ ലിങ്ക് വരും. ഇതേപോലെ സൂമിന്റെ ലിങ്ക് വരും. ആ ലിങ്കിൽ കയറി മതി. ഓക്കെ, താങ്ക്സ് സാർ. എനിക്കൊരു സംശയമുണ്ട് സാർ. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഞാൻ ഇതില് 1 മാസമായിട്ട് ഞാൻ ഇതിലുണ്ട്. സൺഡേ ഈ മെഡിറ്റേഷൻ അഫർമേഷൻ രാവിലെ എഴുതുന്നത്, അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല. രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ അഫർമേഷൻ എഴുതേണ്ടത്, അതോ മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടാണ് അഫർമേഷൻ എഴുതേണ്ടത്? മെഡിറ്റേഷൻ നമ്മൾ ആക്ച്വലി മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് അഫർമേഷൻ എഴുതി പ്രാക്ടീസ് ചെയ്ത് പോകുന്നതായിരുന്നു നമ്മുടെ പതിവ് ശീലം. പക്ഷെ ഇപ്പൊ യോഗ തുടങ്ങിയ സമയത്ത് യോഗ ചെയ്ത് കഴിയുമ്പോഴേക്കും എല്ലാവർക്കും സമയമാകുന്നു. അപ്പൊ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പുതിയ ഇതുവരെ നിങ്ങൾ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്തില്ല? എന്നിട്ട് ഇല്ല ചെയ്തിട്ടില്ല. നിങ്ങൾ ആ ക്ലാസ്സിൽ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. നാളെ രാവിലെ അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാ കേട്ടോ. നാളെ രാവിലെ അഫർമേഷൻ എല്ലാവരും ഇന്നലെ ഞാൻ ചെയ്തിരുന്നല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇല്ല. അല്ല, എനിക്ക് പറയുന്നുണ്ടായിരുന്നു, ഒരാൾ ഇതിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു കൂടുതലും. നമുക്ക് എന്റെ ഒരു പുസ്തകമുണ്ട്, അഫർമേഷൻ മാത്രമായിട്ടൊരു ബുക്ക് ഉണ്ട്. അഫർമേഷൻ പുസ്തകം ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞൊരു അഫർമേഷൻ മാത്രം അടങ്ങിയൊരു പുസ്തകമുണ്ട്. അത് അഫർമേഷൻ ഡെയിലി പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യകത ഇതിലെല്ലാ തരത്തിലുള്ള അഫർമേഷനുകൾ മാത്രമുള്ള പുസ്തകം. അത് എന്തിന് പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ടുള്ള പുസ്തകമാണ് ജീവിത വിജയത്തിന്റെ രഹസ്യം. ഇതൊന്ന് വാങ്ങിച്ചു ഞാൻ എല്ലാ ദിവസവും രാവിലെ വാങ്ങിച്ചോ. അത് എന്തിനാണ് അഫർമേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ രാവിലെ മെഡിറ്റേഷനിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ ഒന്നുകൂടി നാളെ ദിവസം തിരക്ക് രാവിലെ ഞാൻ കൃത്യം ഒന്നുകൂടി എല്ലാവർക്കും പറഞ്ഞായിരുന്നു. ഓക്കെ, ശരി. മറ്റാർക്കും ഡൗട്ട് ഇല്ലല്ലോ? എന്നാൽ നമുക്ക് മെഡിറ്റേഷൻ കിടക്കാം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാണ് ഞാൻ. ഓക്കെ, നിങ്ങൾക്ക് എത്ര പേർക്ക്, ഒറ്റ ചോദ്യം, നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ വെറുതെ നിങ്ങളോട് ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞാൽ, ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സമയം വരെ ഇരിക്കാൻ പറ്റുമെന്ന്? ഒന്നും ചെയ്യുന്നില്ല, ഒരു കാര്യമില്ല, നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഇരിക്കണം. എത്ര സമയം നിങ്ങൾക്ക് അനങ്ങാതിരിക്കാൻ പറ്റും? എഴുന്നേക്കാതെ അനങ്ങാതെ എത്ര മിനിറ്റ് വരെ ഇരിക്കാൻ പറ്റും? ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യും. എല്ലാവരും ടൈപ്പ് ചെയ്യണേ. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്താക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ കപ്പാസിറ്റി ഒന്ന് അറിയാൻ വേണ്ടി. പെട്ടെന്ന് ടൈപ്പ് ചെയ്തു. ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്നല്ല, നിങ്ങൾ വെറുതെ ഇരിക്കാന്ന് കരുതി. വീട്ടിൽ തന്നെയാണ് വെറുതെ ഇരിക്കുന്നത്. TV നോക്കൂല, കമ്പ്യൂട്ടർ നോക്കൂല, ഒന്നും ഇല്ലാതെ, മൊബൈൽ പോലും എടുക്കാതെ എത്ര മിനിറ്റ് നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റും? വെറുതെ ഇരിക്കാൻ അറിയാലോ അല്ലെ? 1 hour 20 minutes, 10 minutes, 1 hour 30 minutes, 1 hour. യെസ് 10 minutes. ഈ 10 minutes പറയുന്ന ആൾ ഒന്നുകൂടി ആലോചിച്ചു. 10 minutes പോലും ഇരിക്കാൻ പറ്റുമോ? 15 minutes, 1 hour 30 minutes. എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, എത്ര വേണമെങ്കിലും ഇരിക്കാം. എത്ര മണിക്കൂർ വേണമെങ്കിൽ ഇരിക്കാന്ന് പറയുമ്പോ ഇപ്പൊ നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും വന്ന് വിളിച്ചാൽ നിങ്ങൾ എഴുന്നേറ്റ് പോവില്ലേ? കുറച്ച് വെള്ളം വേണമെന്ന് ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റ് പോയി കൊടുക്കൂലേ? മനസ്സ് സ്വസ്ഥമാണെങ്കിൽ ഇരിക്കാം, അതല്ലേ ശരിക്കല്ലേ? മനസ്സ് സ്വസ്ഥമാണ്. അപ്പൊ മനസ്സ് എങ്ങനെയാ സ്വസ്ഥമാവുക? അതല്ലേ വിഷയം. മനസ്സ് സ്വസ്ഥമാകല്ലേ വിഷയം. ഇന്നെല്ലാവരും ഹെഡ്ഫോൺ എടുത്ത് വെച്ചോളൂ. ഒരു അരമണിക്കൂർ, ഒരു 35 മിനിറ്റ് നമുക്ക് ഇന്നിരിക്കാം. അത്രേ ഇന്ന് സമയമുള്ളൂ. കൂടുതൽ സമയം ഇരുത്താൻ പറ്റും. ഇപ്പൊ സമയം ഞങ്ങൾ വിസ്തീകരിച്ചുകൊണ്ട് ഇത്രയും പോലെ. ഇനി ഞാനിത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂട്യൂബിൽ തരാം, ഒരു മെഡിറ്റേഷൻ തരാം. അത് 2 മണിക്കൂർ നേരമെങ്കിലും ഉണ്ടാവും. നിങ്ങൾ പറ്റുമൊന്ന് ശ്രമിച്ചു നോക്കണേ. മിനിമം 6 മണിക്കൂറൊക്കെ ഇരുന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. 2 മണിക്കൂർ ഞാൻ തരാം. ഇന്ന് 10 മിനിറ്റുള്ളൊക്കെ ഒന്ന് കടിച്ചു പിടിച്ചിരുന്നോളൂ. 35 മിനിറ്റ്. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്നോട് പറയണം, സാറേ പറ്റൂല കേട്ടോ, ഞാൻ പോവാണെന്നൊന്ന് പറഞ്ഞിട്ട് പോണേ. വെറുതെ രസത്തിന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണെന്നറിയോ, നാളെ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇരിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിന് മാറ്റം മനസ്സിലാവുക. ഞാൻ ഈ വെറുതെ ഇരിക്കാൻ പറയുന്നത് നിങ്ങൾ ഒട്ടും നഷ്ടബോധം തോന്നണ്ട.
ഇത്ര കാലം നിങ്ങൾ ഓടിയിട്ട് എവിടെ എത്തിയെന്നും നിങ്ങളുടെ അടുത്തൊരു കാര്യം ചെയ്യുക, നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പൊ 10, 30, 35 വർഷങ്ങളായില്ലേ ഇങ്ങനെ ഓടുന്നത്, ഒരു മിനിറ്റ് റെസ്റ്റ് ഇല്ലാതെ ഓടുന്നത്. നിങ്ങൾ ഇനി ഒരു 15 ദിവസം എനിക്ക് തരൂ. 15 ദിവസം നിങ്ങൾ ഒരു മണിക്കൂർ നേരം സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എന്നോട് പറയൂ, 15 ദിവസമായി സാറേ ഞാൻ ഒരു മണിക്കൂർ ഒരു സ്ഥലത്ത് ഇരുന്നു, എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് ചെയ്തു. ഒരു മണിക്കൂർ ഒരു ചലഞ്ച് നിങ്ങൾ തയ്യാറാണെങ്കിൽ എടുത്തോളൂ. 15 ദിവസം. ഈ 35, 40 വർഷം അതിൽ കൂടുതലായി, ഞാൻ ഒരു ആവറേജ് പറഞ്ഞതാണ്. AK കുമാർ സാറൊക്കെ ആണെങ്കിൽ 70, 75 വയസ്സൊക്കെ ആയി എന്നൊക്കെ പറയാൻ കിട്ടുന്നത്, പക്ഷെ കാണുമ്പോൾ അത്ര ഇല്ലെങ്കിലും എന്നാലും ഇത്രയും വർഷമായിട്ട് ഓടിയെത്തിയില്ല. ഇപ്പോഴാണ് പറഞ്ഞത് സാറേ ഇരിക്കുന്നതിന് ഇരിക്കാം, നമ്മൾ ഇരുന്ന് കളയാം എന്ന് രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഇരുന്നാൽ പുള്ളി വേണമെങ്കിൽ 9, 10 മണി വരെ അങ്ങനെ എഴുതും, ഒരു കുഴപ്പമില്ല. പണ്ടാണെങ്കിൽ 100 പരിപാടിയായിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല. അപ്പൊ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കൂ. ഇന്നത്തെ സാർ നമസ്കാരം സാർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഓ, ഞാൻ ശ്രീജ പാലക്കാടാണ്. ഞാന് 2 വർഷമായി മെഡിറ്റേഷൻ ചെയ്യൽ തുടങ്ങിയിട്ട്. ഈ മെഡിറ്റേഷനും യോഗയും ഇത് ചെയ്ത് തുടങ്ങിയിട്ട് ഞാൻ 4 വർഷമായിട്ട് കണ്ടിന്യൂ ആയിട്ട് രാവും പകലും ഒക്കെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്കൂളിൽ പോയാൽ പോലും എൻ്റെ മുഖത്ത് ഒരു സന്തോഷം ഉണ്ടാവില്ല, അത്രയും കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു ഈ ഒരു 4 വർഷത്തുനിന്ന് കണ്ട്. അതില് 2 വർഷമായിട്ട് ഞാൻ ഈ മെഡിറ്റേഷനും യോഗയും ചെയ്യലിൽ തുടങ്ങിയിട്ട് ഞാനൊരു 2-3 മണിക്കൂർ നേരം ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യായിരുന്നു. ഏതൊക്കെയോ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞാൻ ചെയ്യൽ തുടങ്ങിയത്. അങ്ങനെയാണ് സാറിന്റെ യൂട്യൂബ് കണ്ടത്. ഞാൻ ആ 48 മണിക്കൂറിന്റെ ഫസ്റ്റ് കണ്ടത്. അവിടെ മുതലാണ് സാറിന്റെ മെഡിറ്റേഷൻ ചെയ്യൽ തുടങ്ങിയത് ഞാൻ. ഇപ്പൊ എനിക്ക് ആ കരച്ചിലും ഇല്ല. ഇപ്പൊ സങ്കടം എന്ന് പറയാൻ, ഒരാൾ മരിച്ചാൽ പോലും സങ്കടം ഇല്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്റെ അച്ഛമ്മ മരിക്കാൻ കിടക്കുന്ന സമയത്തും ഞാൻ അച്ഛമ്മേനെ മരിപ്പിച്ചിന്റെ മടിയിൽ കിടന്നിട്ട് അച്ഛമ്മ മരിക്കുന്നത്, അപ്പോഴും ഞാൻ സങ്കടമില്ലാണ്ട് രാമായണം വായിച്ചുകൊണ്ട് ഇരുന്ന് അച്ഛമ്മയെ മരിപ്പിച്ചു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണോ സങ്കടമാണോ എന്തോ എനിക്ക് അറിയില്ല. ഞാൻ പറയുമ്പോൾ സന്തോഷം എന്നേ പറയുള്ളൂ. കാരണം അച്ഛമ്മേനെ ഒരു നേരെങ്കിലും എനിക്ക് നോക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ദിവസം ഫുള്ള് ഞാനാണ് അച്ഛമ്മയുടെ എല്ലാ കാര്യവും നോക്കിയിട്ടുണ്ടായിരുന്നത്. താങ്ക് യു. ഒരു സത്യം കൂടി അവർ പറഞ്ഞു, ഈ മരിച്ചാൽ കരയണമെന്ന് ആരാണ് തീരുമാനിച്ചത്? നമ്മുടെ ഒരു അബദ്ധ ധാരണയല്ലേ അത്? ഒരു മിനിറ്റ്, ഒരു മറുപടി പറഞ്ഞോട്ടെ. സജീഷ് എന്ന് പറയുന്ന ആള് കഥകൾ കേട്ട് മടുത്തെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം അവിടുന്ന്. ഒരു നിർബന്ധവും ഇവിടെ ഇരിക്കാൻ ആരും നിർബന്ധിച്ചിട്ടില്ല. ഞങ്ങൾ ഇത് അനുഭവിക്കാൻ വന്നവരാണ്, ഒരു നിർബന്ധവും ഇല്ല. കാരണം ഇത് കേട്ടിരിക്കാൻ പോലും നിങ്ങൾക്ക് സാവകാശം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് മെഡിറ്റേറ്റ് ചെയ്യാനാ? ഒരു മെഡിറ്റേഷൻ നിങ്ങൾ വർക്ക് ചെയ്യില്ല, വെറുതെ സമയം കളയണ്ട, എക്സിറ്റ് ചെയ്തോളൂ കേട്ടോ. സന്തോഷപൂർവ്വം എക്സിറ്റ് ചെയ്തോളൂ. കാരണം കഥകൾ ഇവിടെ ആരും ആരോടും കഥ പറഞ്ഞതല്ല. നിങ്ങൾ വന്നിട്ട് ഇവിടെ കണ്ണടച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് വായിലേക്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ചു വരുത്തിയിട്ടൊന്നും ഇല്ലല്ലോ അല്ലെ? അങ്ങനെ ചില വാക്കുകൾ പറയേണ്ടി വരും. ആദ്യം ക്ഷമ പരിശീലിച്ചു നോക്കുക. അപ്പോഴാണ് മെഡിറ്റേഷൻ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുക. ഇതില്ലാത്തവന് നിങ്ങൾ 24 മണിക്കൂർ ഇന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ടും ഒരു ഗുണവും കിട്ടില്ല കേട്ടോ. താങ്ക് യു. അപ്പോ റെഡി ആയിക്കോളൂ. ഞാൻ മ്യൂട്ട് ചെയ്യണം എല്ലാവരും. ഉണ്ട്, ചക്ര മെഡിറ്റേഷൻ ഇത് കഴിഞ്ഞ ഉടനെ ഉണ്ട് കേട്ടോ, കഴിഞ്ഞ ഉടനെ ഉണ്ട്. സ്വസ്ഥമായി ഇരിക്കുക. സിറ്റ് ഇൻ എ കംഫർട്ടബിൾ പൊസിഷൻ. നിങ്ങൾ ഇരിക്കുകയോ കിടക്കുകയോ എന്ത് വേണമെങ്കിലും ആവാം, നിങ്ങളുടെ ഓൺ പൊസിഷൻ. സിറ്റ് വെരി കംഫർട്ടബിളി. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇരിക്കുമ്പോൾ നടു നിവർത്തി വെക്കണം. പില്ലോയിൽ കയറി ഇരിക്കുന്നതാണ് ഏറ്റവും, നിങ്ങൾക്ക് അങ്ങനെയുള്ള നടുവേദന അങ്ങനെയുള്ളവർ പില്ലോ ഇരിക്കുക, അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുക, ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. പക്ഷെ നടു നിവർത്തി വെക്കണം എന്നുള്ള ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. കൈകൾ രണ്ടും ചിന്മുദ്രയിൽ പിടിക്കുക. കൈകൾ രണ്ടും ചിന്മുദ്രയിൽ പിടിച്ച് മുട്ടുകാല് വിശ്രമിപ്പിക്കും. സ്വസ്ഥമായി ശരീരം ബോഡി ഫുള്ള് റിലാക്സ് ചെയ്തിരിക്കുക. ജ്യോതി എങ്ങനെ ഇപ്പൊ ചെയ്യുക? ഒരു കൈ മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ലല്ലോ. വേദന ഉണ്ടോ? പെയിൻ ഇല്ലല്ലോ. സ്വസ്ഥമായിട്ട് ഇരിക്കണം കേട്ടോ, വളരെ കംഫർട്ടബിൾ, സ്വസ്ഥമായിട്ടിരിക്കാം. സിറ്റ് കംഫർട്ടബിളി. സ്വസ്ഥമായിരിക്കുക. ശ്വാസത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് നോ യുവർ ബ്രീത്ത്. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. നോർമലായി നിങ്ങൾ ശ്വാസോച്ഛ്വാസം ഉണ്ടാകുന്നത് സംഭവിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുക.
ബോഡി ശരീരം മുഴുവൻ അഴിച്ചു കൊടുക്കൂ. എവിടെയും ബലം പിടിക്കാതെ ശരീരത്തെ പൂർണ്ണമായും റിലാക്സ് ചെയ്തിടുക. കൈകൾ രണ്ടും തുറന്നു വെച്ച് ചിന്മുദ്രയിലോ അല്ലെങ്കിൽ കൈകൾ രണ്ടും ചേർത്ത് വെക്കുകയോ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായ രീതിയിൽ ചെയ്യുക. ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ചിന്മുദ്ര. നമ്മുടെ പ്രാണ സ്റ്റോൺ ഉപയോഗിക്കുന്നവർ സ്റ്റോൺ കയ്യിൽ എടുത്തോളുക. പ്രാണ സ്റ്റോൺ ഉള്ളവർ കയ്യിലെടുത്തിട്ട് അകത്ത് കയ്യിൽ വെച്ച് ചെയ്തോളൂ. വേണ്ടവർ അല്ലാത്തവർ കയ്യിൽ വെച്ച് ചെയ്തോളൂ. യെസ്. ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ ഡീപ് ബ്രീത്ത്. ലോങ് ആയിട്ടുള്ള ഡീപ്പ് ആയിട്ടുള്ള ബ്രീത്തിങ് എടുക്കുക. എന്നിട്ട് പൊതുവെ റിലീസ് ചെയ്ത് കൊടുക്കുക. മൂക്കിലൂടെ ശ്വാസം അകത്തോട്ടെടുത്ത് കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വെച്ച് വായിലൂടെ പുറത്തോട്ട് വിടുക. ഫുള്ള് റിലാക്സ് ആവുക. അതൊരു 3-4 തവണ ആവർത്തിച്ച് ചെയ്യുക. റിലാക്സ്, റിലാക്സ്. ഇനി ദീർഘശ്വാസം അകത്തോട്ട് എടുത്തതിന് ശേഷം ശ്വാസം കുറച്ചു നേരം പിടിച്ചു വെച്ചത് പതുക്കെ പുറത്തോട്ട് വിടുക. ബ്രീത്ത് ഇൻ, ഹോൾഡ്, ബ്രീത്ത് ഔട്ട്, ഹോൾഡ്. വീണ്ടും ദീർഘശ്വാസം അകത്തോട്ടെടുക്കുക. പതുക്കെ അകത്തോട്ടെടുക്കുക. പതുക്കെ തന്നെ അത് അത്രയും സമയം പിടിച്ചു നിർത്തുക. പതുക്കെ പുറത്തോട്ട് വിടുക. ഇനി ഞാൻ കൗണ്ട് ചെയ്ത് പറയാം. ബ്രീത്തിങ് എത്ര തവണ സമയം എടുക്കുന്നത്. 1 2 3 4 എന്ന് പറയുന്ന അത്രയും സമയം ശ്വാസം അകത്തോട്ട് എടുക്കുക. 1 2 3 4 5 6 എന്ന് പറയുന്ന ഇത്രയും സമയം പിടിച്ചു നിർത്തുക. പിന്നെ 1 2 3 4 5 എന്ന് പറയുന്ന സമയം പുറത്തോട്ട് വിടുക. അങ്ങനെ ഒരു 5 പ്രാവശ്യം ചെയ്യുക. സ്റ്റാർട്ട് നൗ. ബ്രീത്ത് ഇൻ 1 2 3 4. Hold. 1 2 3 4 5 6 7. Release. 1 2 3 4. Once again. Breathe in. 1 2 3 4. Hold. 1 2 3 4 5 6 7. Release. 1 2 3 4. Relax. Relax. ഇനി നോർമൽ ശ്വാസോച്ഛ്വാസം എടുക്കുമ്പോൾ ശ്വാസം അകത്തോട്ട് ചെല്ലുകയും നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തേക്കും ശ്രദ്ധിക്കുക. ഓരോ ഭാഗം അഴിഞ്ഞു പോകുന്നതായിട്ട് അറിയുക. ബ്രീത്ത് ഇൻ. ശ്വാസം അകത്തോട്ട് ചെല്ലുകയും നിങ്ങളുടെ കൈകാലുകളിലേക്ക് മുഴുവൻ അത് സഞ്ചരിക്കുന്നതും അറിയുക. റിലാക്സ്, റിലാക്സ്. വീണ്ടും ശ്വാസം അകത്തോട്ട് എടുക്കുക. ബ്രീത്ത് ഇൻ. നിങ്ങൾ കാൽവിരലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാൽവിരലുകൾ പൂർണ്ണമായും റിലാക്സ് ആവട്ടെ. യെസ്. വീണ്ടും ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ഇപ്പോ കാൽപാദങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കാൽപാദങ്ങൾ റിലാക്സ് ആകുന്നു. ഇപ്പോൾ നിങ്ങളുടെ കാലിലെ മസിൽസുകളിലേക്ക് ശ്രദ്ധിക്കുക. കാൽ മസിലുകൾ പൂർണ്ണമായും റിലാക്സ് ആകുന്നു. കാലിലെ മുട്ടുകാലിലേക്ക് ശ്രദ്ധിക്കുക. ഇരുമുട്ടുകളും പൂർണ്ണമായും റിലാക്സ് ആകുന്നു.
തുടകളിലേക്ക് ശ്രദ്ധിക്കുക. ഇരു തുടകളും പൂർണ്ണമായും റിലാക്സ് ആകുന്നു. ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. ശരീരം പൂർണ്ണമായും റിലാക്സേഷനിലേക്ക് കിടക്കുകയാണ്. ഇരു ഷോൾഡറുകളിലേക്കും ശ്രദ്ധിക്കുക. ഷോൾഡർ ഭാരം പൂർണ്ണമായും ഒഴിവാകുകയും എന്തോ വലിയ ഭാരം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതായി അനുഭവിക്കുക. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും റിലാക്സേഷനിൽ കടന്നിരിക്കുന്നു. ഇനി ഈ പുല്ലാങ്കുഴൽ സംഗീതം കേട്ടുകൊണ്ട് അതിൽ ആസ്വദിച്ച് മനസ്സ് മുഴുവനായി അർപ്പിച്ചുകൊണ്ട് ഇവിടെ സ്വസ്ഥമായിരിക്കുക. പൂർണ്ണമായ റിലാക്സേഷനിലൂടെ ഈ പുല്ലാങ്കുഴൽ സംഗീതത്തിൽ ലയിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും പൂർണ്ണമായും ആ പുല്ലാങ്കുഴൽ നാദത്തിൽ ലയിച്ചിരിക്കുകയാണ്. ഏതോ ഒരു അനുഭൂതി, അപൂർവമായ ഒരു അനുഭൂതിയിലേക്ക് നിങ്ങൾ കടക്കുകയാണ്.
മനോഹരമായ അവസ്ഥ, ആ മേഘപാളികളിലൂടെയുള്ള നമ്മുടെ യാത്ര. നോക്കൂ, അങ്ങകലെ സപ്തവർണ്ണങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന റെയിൻബോ നമ്മൾ കാണുകയും അവിടെ താഴെ മനോഹരമായ നദീതീരത്ത് പൂക്കളും ചിത്രശലഭങ്ങളും മയിലുകളും നൃത്തമാടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവിടെ മനോഹരമായ പുല്ലാങ്കുഴൽ നാദവുമായി നമ്മുടെ പുല്ലാങ്കുഴൽ നാദം വിരിയിച്ചുകൊണ്ട് നമ്മളെ കാത്തിരിക്കുന്ന പുഞ്ചിരിച്ച മുഖവുമായിരിക്കുന്ന കൃഷ്ണനെ നമുക്ക് കാണാം. ആ മയിലുകൾ ആ സംഗീതത്തിനനുസരിച്ച് നൃത്തമാടുന്നതും പൂക്കൾ അതിനനുസരിച്ച് ആടിക്കൊണ്ടിരിക്കുന്നതും ചിത്രശലഭങ്ങൾ അതിനു ചുറ്റും വട്ടമിട്ട് പറക്കുന്നതും അനുഭൂതിയോടുകൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനുഭൂതിയോടുകൂടി നമ്മൾ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ അനുഭൂതിയോടുകൂടി നമ്മൾ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി നമ്മളത് കണ്ട് ആസ്വദിക്കുകയാണ്. ആ സന്തോഷത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പൂർണ്ണമായ എനർജി നമ്മളിലെ ശരീരത്തിലേക്ക് പടരുന്നത് നമുക്കറിയാൻ സാധിക്കുന്നു. ഏതോ ഒരു അതുല്യമായൊരു ഊർജം നമ്മുടെ ശരീരത്തിൽ വന്ന് നിറയുകയാണ്. അത് സന്തോഷത്തിൽ നിന്നുണ്ടാകുന്ന, ആനന്ദത്തിൽ നിന്നുണ്ടാകുന്ന പൂർണ്ണമായൊരു എനർജി നമ്മുടെ ശരീരത്തിൽ നിറയുകയാണ്. ആ പച്ചപ്പുൽമേടുകളിൽ, ആ പൂക്കളുടെ ഇടയിൽ ചിത്രശലഭങ്ങൾ വട്ടമിട്ട് പറക്കുന്നതും മയിലുകൾ നൃത്തമാടുന്നതും പുഞ്ചിരിച്ച മുഖത്തോടുകൂടി ആ പുല്ലാങ്കുഴൽ നമുക്കായി വീട്ടിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണനെയും നമ്മൾ കാണുകയാണ്. ആനന്ദലബ്ധിക്ക് എന്ത് വേണം? നമ്മുടെ ശരീരം പൂർണ്ണമായും, നമ്മുടെ ആത്മാവ് പൂർണ്ണമായും സന്തോഷത്തിലേക്ക് എത്തുകയാണ്. നമ്മളത് കുറേ നേരം അനുഭവിക്കുമ്പോൾ ശരീരത്തിൽ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി, സപ്തവർണ്ണങ്ങളാൽ നിറയുന്ന ഒരു എനർജി നിറയുന്നതും അനുഭവിക്കുക. എനർജി നിങ്ങളിൽ വന്നു നിറയുന്നതും സന്തോഷത്താൽ നിങ്ങളുടെ ശരീരം മുഴുവൻ കോരിത്തരിക്കുന്നതും അറിയില്ല. സന്തോഷത്താൽ നിങ്ങളുടെ ശരീരം മുഴുവൻ എനർജി നിറയുകയും മനോഹരമായി നമ്മൾ ആസ്വദിക്കുകയും ചെയ്യും. അസ്വസ്ഥമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദീജലവും അതിൻ്റെ അരികിൽ സ്വസ്ഥമായി ആനന്ദത്തിൽ ആറാടി നിൽക്കുന്ന, നൃത്തമാടി നിൽക്കുന്ന മയിലുകളെയും ആ പുല്ലാങ്കുഴ സംഗീതവും നമ്മുടെ ജീവിതത്തിനെ അനശ്വരമാക്കുന്നത് നമ്മൾ അറിയും. ജീവിതത്തിൽ ഇത്രയും വർഷമായി എവിടെയോ നമ്മൾ കളഞ്ഞുപോയ, നമ്മൾ മറന്നുപോയ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥങ്ങൾ, ആ സന്തോഷങ്ങൾ, ആ അനുഭൂതി ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇത്രയും
ഇത്രയും വർഷങ്ങളായി എവിടെയോ എന്താണോ ഞാൻ തേടി നടന്നത്, ഈ അനുഭൂതി, ഇതാണ് എനിക്ക് കളഞ്ഞുപോയത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയത് എന്ന തിരിച്ചറിവ് ലഭിക്കുകയും പൂർണ്ണമായും അത് അനുഭവിക്കുകയും ചെയ്യും. ഇതിന് സാഹചര്യം, പ്രപഞ്ചം നമുക്ക് ഒരുക്കി തന്ന സാഹചര്യത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും ആ ആനന്ദത്തിൽ ആറാടി ആ മേഘപാളികളിലൂടെ നമ്മൾ പറന്നൊഴുകി ഒഴുകി 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 ആ ജീവിതത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രകൃതി നമുക്കായി ഒരുക്കി തന്ന സർവവും സന്തോഷകരമായി ഒരുക്കി തന്ന ഇത്തരം സന്ദർഭങ്ങളെ പലപ്പോഴും കാണാതെ പോയതായിരുന്നു ജീവിതത്തിൽ നഷ്ടമെന്നിപ്പോൾ തിരിച്ചറിയുന്നു. ഇനി ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ഞാൻ ആസ്വദിക്കുകയും പ്രകൃതിയോട് ചേർന്നിരിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സത്വരമായ മാറ്റമിനിൽ ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പൂർണ്ണ സന്തോഷവാനാണ്, ഇപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, ഇപ്പോൾ ഞാൻ പൂർണ്ണ സന്തോഷവതിയാണ്, ഇപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്. മനോഹരമായ കാഴ്ച എനിക്ക് അനുഭവിക്കാൻ സാധിച്ചതിൽ ഞാൻ പൂർണ്ണ സന്തോഷത്തോടെ ജീവിതത്തിലേക്ക് നന്ദി പറയുന്നു. ഇപ്പോൾ ഞാൻ ആത്മധൈര്യം വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ പൂർണ്ണമായി എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ എപ്പോഴാണോ എന്നിലേക്ക് അർപ്പിക്കാൻ തുടങ്ങിയത്, ഞാൻ എന്നിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, അപ്പോഴാണ് എനിക്കിതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ എൻ്റെ ആത്മപരിചരണം നിത്യവും ചെയ്യുമെന്നും എല്ലാ ദിവസവും എന്നെ സംരക്ഷിക്കുന്നതിൽ, എന്നെ ശ്രദ്ധിക്കുന്നതിൽ, എന്നെ സ്വയം പരിശോധന നടത്തുന്നതിൽ ഞാൻ പൂർണ്ണ പ്രതിജ്ഞാബദ്ധയാണെന്നും ജീവിതത്തിൽ നേടേണ്ടതെല്ലാം നേടാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ആത്മധൈര്യം എനിക്ക് സംജാതമായിരിക്കും. ഈ പ്രകൃതിയിലെ സപ്തവർണ്ണങ്ങളും സപ്തകാര്യങ്ങളും ഒക്കെ അതിനായി എൻ്റെ കൂടെ നിൽക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നന്ദി, നന്ദി, നന്ദി. നാദത്തിലൂടെ ഈ പ്രകൃതി മുഴുവൻ അതിനു വേണ്ടി, എൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടി എന്നെ ബ്ലെസ് ചെയ്യാനായി തയ്യാറായി നിൽക്കുന്നത് ഞാനിപ്പോൾ അനുഭവിക്കുന്നു. പ്രകൃതി മുഴുവൻ പച്ച മേടുകളും ആ ശബ്ദമാടുന്ന വയലുകളും പാടി നടക്കുന്ന പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങളും ഒക്കെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്നുള്ള ബോധ്യം എനിക്ക് വന്നതുകൊണ്ട് അതിനോട് എല്ലാത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നും എല്ലായ്പ്പോഴും എല്ലാത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ട് പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാൻ തയ്യാറായിരിക്കും. ഇപ്പോൾ എന്നിൽ ആത്മധൈര്യം സംജാതമായിരിക്കുന്നു. ഇപ്പോൾ ഞാൻ കോൺഫിഡന്റ് ആണ്. ഞാൻ പൂർണ്ണമായും എൻ്റെ ജീവിതത്തെ നേടുക തന്നെ ചെയ്യും. പൂർണ്ണമായ ലക്ഷ്യബോധത്തോടു കൂടി ഞാൻ ഇന്നു മുതൽ ഓരോ ദിവസവും എഴുന്നേൽക്കും. പൂർണ്ണമായ ലക്ഷ്യബോധത്തെ നിറവേറ്റിയ ആത്മസംതൃപ്തിയോടുകൂടി ഞാൻ ഓരോ ദിവസവും തിരിച്ച് ഉറങ്ങാൻ പോകുന്നു. ആരോടും പരാതികളില്ല, പരിഭവങ്ങളില്ല. എല്ലാം എനിക്ക് നേട്ടങ്ങൾ മാത്രമാണ്. ജീവിതത്തിൽ ഞാൻ എല്ലാം പഠനം മാത്രമാണ്. എല്ലാം നേട്ടങ്ങളിലേക്കുള്ള യാത്രയാണ്. I am happy, I am happy, I am happy. Thank you, this universe. Thank you, universe. Thank you, thank you, thank you. ഏറെ സന്തോഷത്തോടുകൂടി
സമാധാനത്തോടുകൂടി, ആത്മസംതൃപ്തിയോടുകൂടി നമ്മൾ പതുക്കെ തിരിച്ചു പോകാം. എപ്പോഴാണോ മനസ്സിന് സമാധാനവും സംതൃപ്തിയും ആവശ്യമാണെന്ന് തോന്നുന്നത് അപ്പോഴൊക്കെ നമ്മൾ ഈ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയും അത് പൂർണ്ണമായി ആസ്വദിച്ച് ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യും. ഇപ്പോൾ നമുക്ക് തിരിച്ചു നടക്കാം. വരൂ, പതുക്കെ നമ്മൾ തിരികെ പോകാം. ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ശരീരത്തിലേക്ക് വീണ്ടും ഒന്ന് ശ്രദ്ധ കൊടുക്കുക. കൈകളിലേക്കും കാലുകളിലേക്കും ഒന്ന് ശ്രദ്ധ കൊടുക്കുക. കൈകൾ ഒന്ന് ചലിപ്പിക്കുക, കൈവിരലുകൾ ഒന്ന് ചലിപ്പിക്കുക, കാൽവിരലുകൾ ഒന്ന് ചലിപ്പിക്കുക. പൂർണ്ണമായും തിരിച്ചു വരാം. കൈകൾ രണ്ടും ഒന്ന് കൂട്ടിത്തെരുമി ചെറു ചൂട് വരുത്തി കണ്ണിന് മുകളിലേക്ക് സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ആ മുഖം മുഴുവൻ ഒന്ന് തഴുകുക. സ്നേഹത്തോടുകൂടി പൊഴിഞ്ഞ പുഞ്ചിരിയോടുകൂടി ഒന്ന് തഴുകുക. കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു എന്ന് പറയുക. ഏറെ സന്തോഷത്തോടുകൂടി കം ബാക്ക്. താങ്ക് യു ആൾ. താങ്ക് യു വെരി മച്ച്.